empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. ദൈവിക ജ്ഞാനത്താൽ നിറഞ്ഞ് നമ്മുടെ ഭവനങ്ങളെ കർത്താവിൽ പണിതുയർത്തുവാനും ഒപ്പം തന്നെ നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി തിരുവചനങ്ങളിൽ നിന്ന് ശക്തി സ്വീകരിക്കുവാനുമായി ഒരുക്കപ്പെട്ടിരിക്കുന്ന പ്രിഷില്ല എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യത്തിലൂടെ നാം പഠിക്കുകയായിരുന്നു. നമുക്കായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഓട്ടപ്പന്തയത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. സ്ഥിരോത്സാഹത്തോടെ ആ ഓട്ടപ്പന്തയം ഓടുവാനായി എല്ലാ ഭാരങ്ങളും പാപങ്ങളും ഒക്കെ നീക്കി വെച്ച് നമുക്ക് ചുറ്റും കർത്താവ് വലിയ സമ്മാനമായി നൽകിയിരിക്കുന്ന സാക്ഷികളുടെ വലിയ സമൂഹത്തിൽ നിന്നും പ്രചോദനങ്ങൾ ഉൾക്കൊണ്ട് ശക്തി സ്വീകരിച്ച് നമ്മുടെ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ ഓടി തീർക്കേണ്ടതാണെന്ന് നമ്മൾ കാണുകയുണ്ടായി. ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷകളെ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുവാനായി നമുക്ക് ഒരുങ്ങാം. പരിശുദ്ധാത്മ നിറവിനാൽ മാത്രമേ പറയപ്പെടുന്ന തിരുവചനങ്ങൾ ഹൃദയത്തിലേക്ക് സ്വന്തമായി ഏറ്റെടുത്ത് 100 മേനി ഫലം നൽകുവാനായി നമുക്ക് സാധിക്കുകയുള്ളൂ. സങ്കീർത്തകൻ 121-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: എനിക്ക് സഹായം കർത്താവിൽ നിന്നു വരുന്നു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. സങ്കീർത്തകൻ ലോകത്തോട് വിളിച്ചു പറയുകയാണ്, എന്ത് സാഹചര്യമാണെങ്കിലും, എത്രമാത്രം പ്രതിസന്ധികൾ നിറഞ്ഞ സാഹചര്യമാണെങ്കിലും സഹായം വരുന്നത്, എനിക്ക് സഹായം വരുന്നത് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തനായ സകലത്തിന്റെയും സൃഷ്ടാവായ കർത്താവിൽ നിന്നാണെന്ന്. ഈ ഒരു ഉറപ്പോടെ നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങാം. സർവശക്തനായ സകലവും സൃഷ്ടിച്ച് നമ്മളോടൊപ്പമുള്ള കർത്താവിനെ സഹായത്തിനായിട്ട്, സഹായം നൽകുന്ന ആ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്നിടത്തിരുന്ന് നമുക്ക് ഒന്ന് ചേർന്ന് കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ, ഈ കൂട്ടായ്മയുടെ മേൽ വ്യാപരിക്കണമേ. കടന്നു വന്നിരിക്കുന്ന ഓരോ സഹോദരങ്ങളെയും പരിശുദ്ധാത്മാവെ അഭിഷേകം ചെയ്യണമേ. തിരുവചനങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ, ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാൻ പരിശുദ്ധാത്മാവെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ. കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കണമേ. കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കണമേ. ഓരോ സഹോദരിമാരെയും ശക്തിപ്പെടുത്തണമേ. ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ ഉത്തരവാദിത്വങ്ങളും വിശ്വസ്തയോടെ, പൂർണ്ണതയോടെ, വിശുദ്ധിയോടെ നിറവേറ്റുവാൻ പരിശുദ്ധാത്മാവേ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഈ ശുശ്രൂഷയിൽ കടന്നു വന്നിരിക്കുന്ന ഓരോ സഹോദരിയുടെ മേലും പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ. പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, മാതാവേ, അമ്മയ്ക്ക് നിശ്ചയിക്കപ്പെട്ടിരുന്ന ആ ഓട്ടപ്പന്തയം ഏറ്റവും പൂർണ്ണതയോടെ പൂർത്തിയാക്കിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, ഞങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടിയും അമ്മ പ്രാർത്ഥിക്കണമേ. കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ മാത്രം ഓരോ സ്റ്റെപ്പും എടുക്കുവാനായിട്ട്, എല്ലാം കർത്താവിൻ്റെ ജ്ഞാനത്താൽ നിറഞ്ഞു മാത്രം ചെയ്യുവാനായിട്ട് അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ, പിതാവിൻ്റെ ആ മധ്യസ്ഥത്തിൻ്റെ കരങ്ങൾ ഞങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടിയും നീട്ടിത്തരണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. യേശു ക്രിസ്തുവിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ച ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം പഠിച്ചപ്പോൾ നമുക്ക് ചുറ്റുമുള്ള സാക്ഷികളുടെ ആ വലിയ സമൂഹത്തെക്കുറിച്ച് നമ്മൾ കേട്ടു. ഇന്നു മുതൽ നമ്മൾ അവർ ഓരോരുത്തരെ എടുത്ത് പഠിക്കാൻ പോവുകയാണെന്നും നമ്മൾ പറയുകയുണ്ടായി.
ഇന്നു മുതൽ അങ്ങനെ നമ്മുടെ വിശുദ്ധരായ ധീരരായ സ്ത്രീജനങ്ങളെ നമ്മൾ ഓരോരുത്തരെയായി എടുത്ത് പഠിക്കാൻ പോവുകയാണ്. കൊറിന്തോസുകാർക്ക് എഴുതപ്പെട്ട 1-ാം ലേഖനം 10-ാം അധ്യായം 11-ാം വാക്യം, ആ തിരുവചനം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് കടക്കാം. നമുക്കൊരു പാഠമാകേണ്ടതിന് നമുക്ക് ഒരു പാഠമാകേണ്ടതിന് അവയെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നു. അവയെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധ വചനം പറയുകയാണ്, പരിശുദ്ധ വചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം നമുക്ക് ഒരു പാഠമാകേണ്ടതിനാണ്. ഇന്നു മുതൽ കർത്താവ് നമുക്കായി എഴുതിയിരിക്കുന്ന ആ പാഠങ്ങളെ നമ്മൾ പഠിക്കാനായി പോവുകയാണ്. ഇന്നത്തെ ഈ ശുശ്രൂഷയിലൂടെ നമ്മൾ പഠിക്കുവാനായി പോകുന്നത് ഇന്നത്തെ നമ്മുടെ ഹീറോയിൻ, നമ്മുടെ ഈ ശുശ്രൂഷയുടെ പേട്രൺ സെയിന്റായ പ്രിസ്കില്ലയാണ്. പ്രിസ്കില്ലയുടെ ജീവിതത്തിൽ നിന്നും കർത്താവ് നമ്മൾ ഓരോരുത്തരോടും വ്യക്തിപരമായി എന്താണ് പറയുവാൻ പോകുന്നതെന്ന് നമ്മൾ കാണുവാൻ പോവുകയാണ്. പ്രിസ്കില്ല നമുക്കറിയാം, ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ്, ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ വളരെ ധീരതയോടെ വിശുദ്ധിയോടെ കർത്താവിനും കർത്താവിന്റെ രാജ്യത്തിന്റെ വിസ്തൃതിക്കുമായി നിലകൊണ്ട ശ്രേഷ്ഠയായ ഒരു വ്യക്തിയായിരുന്നു പ്രിസ്കില്ല. ആ സഹോദരി എല്ലാം ലോകത്തിൻ്റെതായതെല്ലാം ഉപേക്ഷിച്ച് കർത്താവിന്റെ സുവിശേഷത്തിനു വേണ്ടി ജീവിതം മാറ്റിവെച്ചവളായിരുന്നു. ആ സഹോദരിയുടെ ജീവിതത്തിലൂടെ കർത്താവ് നമ്മൾ ഓരോരുത്തരോടും എന്തൊക്കെയോ പറയുവാനായി ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് പരിശുദ്ധ ബൈബിളിൽ 6 സ്ഥലത്ത് പ്രിസ്കില്ലയെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങളിലും റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലും കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിലും തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിലും എല്ലാം നാം പ്രിസ്കില്ലയെ കണ്ടുമുട്ടുന്നുണ്ട്. എന്നാൽ ഇതിലെല്ലാം വെച്ച് ഏറ്റവും ആദ്യം നാം പ്രിസ്കില്ലയെ കാണുന്നത് അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ 18-ാം അധ്യായം അവിടെ 2-ാം വാക്യത്തിലാണ്. നമുക്ക് ആ തിരുവചനം ഒന്ന് ശ്രവിക്കാം. അവൻ പോന്തസുകാരനായ അക്വീല എന്നൊരു യഹൂദനെ കണ്ടുമുട്ടി. അവൻ പോന്തസുകാരനായ അക്വില എന്നൊരു യഹൂദനെ കണ്ടുമുട്ടി. അവൻ തന്റെ ഭാര്യയായ പ്രിസ്കില്ലയോടൊപ്പം ആയിടെ ഇറ്റലിയിൽ നിന്ന് എത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. എന്തെന്നാൽ എല്ലാ യഹൂദരും റോമ വിട്ടുകൊള്ളണമെന്ന് ക്ലൗദിയൂസിന്റെ കൽപ്പനയുണ്ടായിരുന്നു. പൗലോസ് അവരുടെ വീട്ടിൽ ചെന്നു. ഇവിടെയാണ് പ്രിസ്കില്ലയെ നാം ആദ്യമായി കണ്ടുമുട്ടുന്നത്. പരിശുദ്ധ വചനം പറയുകയാണ്, പ്രിസ്കില്ലയുടെ ഭർത്താവിന്റെ പേരായിരുന്നു അക്വില. അക്വിലയും പ്രിസ്കില്ലയും ഇറ്റലിയിൽ താമസിച്ചിരുന്നവരായിരുന്നു. അവിടുത്തെ ഭരണാധിപനായിരുന്ന ക്ലൗദിയൂസിന്റെ കൽപ്പന വരികയാണ്, എല്ലാ യഹൂദരും ആ നാട് വിടണമെന്ന്. അങ്ങനെ നാടു കടത്തപ്പെട്ട പ്രിസ്കില്ലയും അക്വിലയും കൊറിന്തോസിൽ എത്തിച്ചേരുകയാണ്. ഇതേ സമയത്ത് തന്നെയാണ് മിഷണറി യാത്രകളിലൂടെ കടന്നു പോവുകയായിരുന്ന നമ്മുടെ പൗലോസ്ലീഹ കൊറിന്തോസിൽ എത്തിച്ചേരുന്നത്. ഇവർ അവിടെ ഒരുമിച്ച് കണ്ടുമുട്ടുവാനും ഇവരുടെ പ്രിസ്കില്ലയുടെയും അക്വിലയുടെയും വീട്ടിലേക്ക് പൗലോസ്ലീഹ കടന്നു ചെല്ലുവാനും ഇടയാവുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നാടു കടത്തപ്പെട്ട ഒരു അവസ്ഥയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇവിടെ കൊറിന്തോസിലേക്ക് അവർ എത്തി. പക്ഷേ അതിനു മുൻപ് അവർ കടന്നു പോയ ഒരു മാനസിക സംഘർഷം, അവർ വളർന്നു വന്ന ആ സാഹചര്യങ്ങൾ, അവർ ഉണ്ടാക്കിയെടുത്ത അവരുടെ എല്ലാ സമ്പത്തും അവരുടെ അതുവരെയുള്ള എല്ലാ എക്സ്പീരിയൻസും ഒക്കെ അവർക്ക് വിട്ടുകളഞ്ഞ് ഇറ്റലിയിൽ നിന്ന് ഇവർ നാട് കടത്തപ്പെടുകയാണ്. അവരവിടെ നിന്ന് വളരെയേറെ വിഷമത്തോടെ ആയിരിക്കും തീർച്ചയായിട്ടും കൊറിന്തോസിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടാവുക. അവരുടെ ആ വൈഷമ്യമേറിയ അവസ്ഥയിൽ അവർ എന്തൊക്കെ ചിന്തിച്ചു കാണുമെന്ന് നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ മതി. ആ ഒരു അവസ്ഥയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയായിരിക്കും ഫീൽ ചെയ്യുക? എത്രയേറെ ബുദ്ധിമുട്ടുകളാണ് ഇനി കാത്തിരിക്കുന്നത്. അവിടെ ചെന്നാൽ ഒരു പുതിയ ഒരു തുടക്കമാണ്. എല്ലാം കൊണ്ടും ഒരു പരിചയവുമില്ലാത്ത സ്ഥലം, എല്ലാവരും അപരിചിതരായിട്ടുള്ള സ്ഥലം, അവരുടെ ആ ജോലി, ബിസിനസ്, അതെല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങണം. ഇതൊക്കെ ടെൻഷനും ആ ഒരു ഭയങ്കര വിഷമത്തിൽ കൂടെ അവർ കടന്നു പോവുകയാണ്. ഈ ഒരു അവസ്ഥ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇതുമായി ബന്ധപ്പെട്ട് വളരെയേറെ വലിയ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന പലരും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് കർത്താവേ ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നത്?
എന്തിനാ കർത്താവ് ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുവദിച്ചത്? പലപ്പോഴും കർത്താവിനെ ചോദ്യം ചെയ്തും സ്വയം നമ്മളെ തന്നെ കുറ്റപ്പെടുത്തിയും നമ്മൾ കഴിച്ചുകൂടുന്നവർ പലരും ഉണ്ടാകും. ഇവിടെ ഇതേ ഒരു അവസ്ഥയിലാണ് പ്രിസ്കില്ലയും അക്വിലയും ആയിരുന്നത്. എന്നാൽ പരിശുദ്ധ വചനം നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം വാക്യത്തിലാണ് നമ്മൾ ഈ ഭാഗം കാണുക. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. പൗലോസ്ലീഹ പറയുകയാണ്, എന്ത് തന്നെ സംഭവിച്ചാലും, നമുക്ക് എത്രമാത്രം പ്രതിസന്ധികളുടെ നടുവിൽ എന്ന് തോന്നിയാലും, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, തന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് കർത്താവ് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ഇതാണ് പൗലോസ്ലീഹ പറയുന്നത്. ഇതിന്റെ ഒരു ജീവിക്കുന്ന തെളിവായി മാറുകയാണ് പ്രിസ്കില്ലയുടെ ജീവിതം. പ്രിസ്കില്ല ഒന്നുമില്ലായ്കയിൽ അവിടെ വന്ന് ചേരുകയാണ്. തന്റെ ഭർത്താവായ അക്വില ഒപ്പമുണ്ട്. പക്ഷേ ഒരു ശൂന്യതയിലേക്ക് അവർ കൊറിന്തോസിൽ എത്തുകയാണ്. ഉടൻ തന്നെ വചനം പറയുകയാണ്, പൗലോസ്ലീഹ അവരുടെ വീട്ടിലെത്തി. അപ്പോൾ മിഷണറി യാത്രയുമായി ബന്ധപ്പെട്ട് വന്ന പൗലോസ്ലീഹ അവരുടെ വീട്ടിലെത്തി. തുടർന്ന് ആ അധ്യായത്തിൽ തന്നെ 18-ാം അധ്യായത്തിൽ തന്നെ 11-ാം വാക്യത്തിൽ തിരുവചനം പറയുകയാണ്, പൗലോസ് അവരുടെ ഇടയിൽ ദൈവവചനം പഠിപ്പിച്ചുകൊണ്ട് അവിടെ 1 വർഷവും 6 മാസവും താമസിച്ചു. പൗലോസ്ലീഹ 1 വർഷവും 6 മാസവും 1.5 വർഷക്കാലം കൊറിന്തോസിലായിരുന്നു. തീർച്ചയായിട്ടും പൗലോസ്ലീഹ താമസിച്ചിരുന്നത് പ്രിസ്കില്ലയുടെയും അക്വിലയുടെയും ഒപ്പമായിരുന്നു. കാരണം അവർ ഒരേ തൊഴിൽ ചെയ്യുന്നവരായിരുന്നു. കൂടാര പണിയായിരുന്നു അവരുടെ തൊഴിൽ. അത് അവർ ഒരുമിച്ച് ഒരു സ്ഥലത്തായിരുന്നു കൊണ്ട് അവർ ചെയ്തു. ഈ ഒരു 1.5 വർഷക്കാലം നമുക്കറിയാലോ, പൗലോസ്ലീഹ വായ തുറന്നാൽ എന്താ പറയുക എന്ന്. കർത്താവിനെ കുറിച്ചും കർത്താവിന്റെ പ്രവർത്തികളെ കുറിച്ചും അല്ലാതെ മറ്റൊന്നും പൗലോസ്ലീഹ പറയത്തില്ല. ഈ 1.5 വർഷക്കാലം പരിശുദ്ധ വചനം കേട്ടും ഈശോയെ കുറിച്ച് കൂടുതൽ അറിഞ്ഞും പ്രിസ്കില്ലയും അക്വിലയും ഒരു തികഞ്ഞ മിഷനറി കപ്പിൾസ് ആയിട്ട് അവർ രൂപാന്തരപ്പെടുകയായിരുന്നു. എന്തുകൊണ്ടാ ഇത് സംഭവിച്ചത്? അവർക്ക് റോമിൽ നിൽക്കാൻ സാധിക്കാത്തൊരവസ്ഥ വന്നു. അതുകൊണ്ടാണല്ലോ അവർ കൊറിന്തോസിലേക്ക് ഓടിപ്പോകുന്നത്. അവരവിടെ നിന്ന് നാട് കടത്തപ്പെട്ടു. അന്നേരത്തെ ആ വലിയ പ്രതിസന്ധി അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് മാറുകയാണ്. കർത്താവിന്റെ സ്വന്തമായി, കർത്താവിന്റെ തീക്ഷ്ണമതികളായ മിഷണറിമാരായി അവർ ഇരുവരും രൂപാന്തരപ്പെടുകയാണ്. തിരുവചനം പറയുകയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ഇതിന്റെ തികഞ്ഞ ഒരു ഉദാഹരണമാണ് നമുക്ക് പ്രിസ്കില്ലയുടെ ജീവിതത്തിൽ നിന്നും കാണുവാനായി സാധിക്കുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ, നമ്മൾ എത്ര വലിയ പ്രശ്നങ്ങൾക്ക് മുൻപിലാണെങ്കിലും കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? കർത്താവിന് വേണ്ടി നീ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിന്റെ ജീവിതത്തിലെ ഒരു പ്രതിസന്ധിയും അവിചാരിതമല്ല. നമ്മൾ ആയിരിക്കുന്ന ഒരു അവസ്ഥയും ഒരു സാഹചര്യവും അവിചാരിതമായി വന്നിട്ടുള്ളതല്ല. ഇതെല്ലാം കർത്താവിന്റെ മാസ്റ്റർ പ്ലാനിലുള്ളതാ. അതനുസരിച്ച് അവസാനം നന്മയായിരിക്കും. തീർച്ചയായിട്ടും കർത്താവ് അനുവദിക്കാതെ, കർത്താവ് അറിയാതെ ഇതൊന്നും സംഭവിക്കുന്നില്ലല്ലോ. ഇത് തന്നെയാണ് പൂർവ്വ ജോസഫിന്റെ ജീവിതത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമുക്കറിയാവുന്ന ഒരു സംഭവ കഥയാണ് അവിടെ പൂർവ്വ ജോസഫിന്റെ ചരിത്രം. എത്ര വലിയ ബുദ്ധിമുട്ടുകളിലൂടെ പൂർവ്വ ജോസഫ് കടന്നുപോയി. നമ്മൾ ആ സാഹചര്യങ്ങളിൽ കൂടി ഒന്ന് യാത്ര ചെയ്തു നോക്കിയേ. തൻ്റെ സഹോദരന്മാരാൽ ഒരു അടിമയായി വിൽക്കപ്പെട്ട ആ പിതാവിന്റെ പൊന്നോമന മകൻ, ആ കുടുംബത്തിലെ രാജാവ് പോലെ കഴിഞ്ഞിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ ഒരു അടിമയായി വിൽക്കപ്പെടുകയാണ്. എന്തായിരിക്കും ആ ജോസഫിന്റെ മനസ്സിലൂടെ അന്നേരം കടന്നു പോയിട്ടുണ്ടാവുക? നമുക്ക് നമ്മുടെ ആ ഒരു അവസ്ഥയെ ഒന്ന് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അത്രമാത്രം, അതും വലിയ വ്യക്തിയൊന്നുമല്ല, വളരെ ചെറുപ്പത്തിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അത് കഴിഞ്ഞ് പോത്തിഫറിന്റെ വീട്ടിൽ അടിമ വേല ചെയ്യുന്ന ജോസഫ്,
അവിടെയും ഒത്തിരിയേറെ പ്രലോഭനങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു ജീവിതം. തുടർന്നും കാരാഗൃഹത്തിലേക്ക്, അവിടെയും നമുക്കറിയാം സുഖകരമായ യാതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി മാറ്റുന്നു എന്നതിൻ്റെ മറ്റൊരു വലിയ ഉദാഹരണമാണ് പൂർവ്വ ജോസഫ് നമുക്ക് കാണിച്ചു തരുന്നത്. പൂർവ്വ ജോസഫ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 50-ാം അധ്യായം 20-ാം വാക്യം. നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ ദൈവം അത് നന്മയ്ക്കാക്കി മാറ്റി. ദൈവം അത് നന്മയ്ക്കാക്കി മാറ്റി. ഇന്നു കാണുന്നത് പോലെ അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് അത് ചെയ്തത്. കർത്താവിന്റെ ആ വലിയ പ്രവൃത്തിയെ വ്യക്തമായി മനസ്സിലാക്കിയ ഒരു വ്യക്തിയെയാണ് നാം ഇവിടെ കാണുന്നത്. നിങ്ങൾ എനിക്ക് തിന്മയായി ചെയ്തു, പക്ഷേ കർത്താവ് അത് അനേകം പേരുടെ ജീവിതത്തിൽ നന്മയാക്കി മാറ്റുകയാണ്. അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ചെയ്ത ആ തിന്മയെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ അനുവദിച്ചതെന്ന് സഹോദരന്മാരോട് ഏറ്റു പറയുന്ന ജോസഫ്. ഈ വചനം അന്ന് എഴുതപ്പെട്ടിട്ടില്ലെങ്കിലും പൂർവ്വ ജോസഫിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം. നമുക്ക് ഒരിക്കൽ കൂടി ആ വചനം ഒന്ന് ശ്രവിക്കാം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ഈ ഒരു വചനം അത് ശരിക്കും നമ്മുടെ ശിരസിന് മീതെ കർത്താവ് വെച്ചിരിക്കുന്ന ഒരു അരിപ്പയായിട്ട് നമുക്ക് കാണാം. ഈ ഒരു അരിപ്പയിലൂടെ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ എന്തും സംഭവിക്കുകയുള്ളൂ. എന്ത് തന്നെ സംഭവിച്ചാലും ഈ ഒരു അരിപ്പയിലൂടെ കടന്നേ അത് വരികയുള്ളൂ നമ്മുടെ ജീവിതത്തിലേക്ക്. അവസാനം കർത്താവ് അത് നന്മയ്ക്കായി മാറ്റുക തന്നെ ചെയ്യും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, തന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക്. പത്രോസ്ലീഹ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ആഹ്വാനം നൽകുന്നുണ്ട്. പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായത് എന്തോ സംഭവിച്ചാൽ എന്ന പോലെ പരിഭ്രമിക്കരുത്. പത്രോസ്ലീഹ എന്താ പറയുന്നേ? നമ്മളെ പരീക്ഷിക്കുവാനായി, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വളരെ അഗ്നി പരീക്ഷകൾ പോലത്തെ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രലോഭനങ്ങൾ വരുമ്പോൾ, അപ്രതീക്ഷിതമായിട്ട് വന്നതാണെന്നോ അത് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ വന്നു എന്നുള്ള ചോദ്യങ്ങൾ ഒന്നും പാടില്ല. അതുപോലെ പരിഭ്രമിക്കരുതെന്നാ പത്രോസ്ലീഹ പറയുന്നേ. 1 കൊറിന്തോസ് 10-ാം അധ്യായം 13-ാം വാക്യത്തിൽ കർത്താവ് നമുക്കൊരു ഉറപ്പ് നൽകുന്നുണ്ട്. നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കുവാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും. പത്രോസ്ലീഹ പറയുകയാണ്, പ്രലോഭനങ്ങൾ വരുമ്പോൾ അപ്രതീക്ഷിതമായത് എന്തോ സംഭവിച്ച പോലെ പരിഭ്രമിക്കരുതെന്ന്. പൗലോസ്ലീഹ എന്താ പറയുന്നേ? ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ കർത്താവ് അനുവദിക്കത്തില്ല. നമ്മുടെ ശക്തിയിൽ ഉൾക്കൊള്ളുന്ന, നമുക്ക് നേരിടാൻ പറ്റുന്ന പ്രലോഭനങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അനുവദിക്കുകയുള്ളൂ. ആ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ വേണ്ട ശക്തി കർത്താവ് നൽകും. ആ പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ നന്മയായി മാറ്റും. ഇത് തന്നെയാണ് യാക്കോബ് സ്ലീഹായും പറയുന്നത്. യാക്കോബ് സ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 2-3 വചനങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എന്റെ സഹോദരരെ, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ. എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ. യാക്കോബ് സ്ലീഹയും ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. ജീവിതത്തിലെ വലിയ വലിയ പ്രതിസന്ധികളും പ്രലോഭനങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ
നിങ്ങൾ അതിൽ സന്തോഷിക്കണം. കാരണം ആ വിശ്വാസത്തിന്റെ പരീക്ഷണങ്ങളിലൂടെ നിങ്ങൾക്കതിൽ സ്ഥിരത ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ പ്രിസ്കില്ലയുടെ ജീവിതത്തിലൂടെ നാം എന്താണ് കണ്ടത്? വലിയ ഒരു പ്രതിസന്ധിയുടെ മുന്നിലൂടെ അവർ നടന്നു പോകേണ്ടി വരികയാണ്. എന്നാൽ അവരുടെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ സ്ഥിരതയ്ക്ക് കർത്താവ് അത് കാരണമാക്കുകയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 3-4 വാക്യങ്ങളിലും ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. മാത്രമല്ല നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു. എന്തെന്നാൽ കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു. എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് മുൻപിൽ പതറാതെ, അപ്രതീക്ഷിതമായിട്ട് കടന്നു വന്നതാണെന്ന് വിചാരിക്കാതെ, അതിനെ വളരെ ധീരതയോടെ കർത്താവ് നമുക്ക് നൽകിയ ശക്തിയിൽ ആശ്രയിച്ച് നമുക്ക് നേരിടാനായിട്ട് സാധിക്കണം. അപ്പോൾ വലിയ നന്മയായി അത് മാറുമെന്ന് ഇന്നത്തെ നമ്മുടെ ഹീറോയിൻ പ്രിസ്കില്ല നമ്മെ പഠിപ്പിക്കുകയാണ്. ആ പാഠം നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഒരു പാഠത്തിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ, അതിനനുസരിച്ച് നമ്മുടെ ഓട്ടത്തിൽ സ്ഥിരത കാണിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്നിടത്തിടുന്ന് പരിശുദ്ധാത്മാവിന്റെ ആ ഒരു കൃപയ്ക്കായി, അഭിഷേകത്തിനായി നമുക്ക് ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ, കൂട്ടായ്മയുടെ മേൽ വ്യാപരിക്കണമേ. ഇന്ന് ഞങ്ങൾ കേട്ട ഈ തിരുവചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ 100 മേനി ഫലം പുറപ്പെടുവിക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഈ ഓട്ട പന്തയത്തിൽ സ്ഥിരോത്സാഹത്തോടെ ഓടുവാനായി പ്രിസ്കില്ലയുടെ ജീവിതത്തിൽ നിന്നും ഇന്ന് ഞങ്ങൾ പഠിച്ച ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളുവാൻ, ജീവിതത്തിലേക്ക് അത് സ്വീകരിക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ. ഓരോ സഹോദരിയെയും അഭിഷേകം ചെയ്യണമേ. പ്രിസ്കില്ലയുടെ ജീവിതത്തിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ ഓരോ സഹോദരിയെയും അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കണമേ. യേശുവിന്റെ വഴിയെ നടക്കുവാൻ, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലേക്ക് വരുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. കർത്താവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. കർത്താവിന് വേണ്ടി നിൽക്കുന്നവരായി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഞങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ അതെല്ലാം കർത്താവ് അനുവദിച്ചതാണ്. കർത്താവ് ഉപരി നന്മയ്ക്കായി അത് മാറ്റും എന്നുള്ള ഒരു ഉറപ്പോടെ, അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാലെന്ന് പരിഭ്രമിക്കാതെ ധീരതയോടെ ഓരോ പ്രതിസന്ധിയെയും നേരിടുവാനായിട്ട് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ആമേൻ. പ്രിയ സഹോദരിമാരെ, വീണ്ടും അടുത്ത ആഴ്ച പ്രിസ്കില്ലയിൽ നിന്നും അടുത്ത പാഠം പഠിക്കുവാനായിട്ട് നമുക്ക് ഒരുമിച്ച് വരാം. അതുവരെയും പ്രാർത്ഥനയിൽ നമുക്കൊരേ ആത്മാവിലായിരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, പ്രാർത്ഥന ആവശ്യങ്ങൾ, നിർദ്ദേശങ്ങൾ ഒക്കെ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഷെക്കേന ന്യൂസിലെ എല്ലാ മേഖലകൾക്ക് വേണ്ടിയും നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. കർത്താവ് നിങ്ങളെ എല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിസ്കില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652. Empowering women in Christ.